വാട്ട്സ് ദ ടീ? ചിന്തകളിലും ഭാഷകളിലും ഒക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ജെൻസി. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ റാണി രജനിയോടൊപ്പം. സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. വാട്ട്സ് ദ ടീ? ശരിയാണ്, ചായ കുടിക്കുമ്പോഴാണ് നമ്മൾ ഗോസിപ്പുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വാക്കുകൾ, ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. പണ്ട് നമ്മളൊരു 5 വർഷത്തെ ഗ്യാപ്പിൽ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാലും ഏകദേശം നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. ഇന്നത്തെ ജെൻസി അങ്ങനെയല്ല. എന്തായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ഹ്യൂജ് മാറ്റത്തിന് കാരണം? അതെ, നമ്മളിപ്പം ജീവിക്കുന്നത് ടെക്നോളജി ഏജിലാണ്. അത് തന്നെയാണ് ഒരു മാറ്റത്തിൻ്റെ വലിയ കാര്യം. നമ്മൾ ഇപ്പം മീൻസ് എൻ്റെയൊക്കെ ഒരു ടീനേജ് എന്ന് പറഞ്ഞാൽ അന്നൊന്നും ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ല. പിന്നെ നമ്മൾ മൊബൈൽ ഫോണായി. പിന്നെ ഇപ്പം നമ്മളെ മുമ്പിൽ നമ്മളെ ഫോണെന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറാണ്. അപ്പോൾ ആ ടെക്നോളജി കുട്ടികൾ പെട്ടെന്ന് അങ്ങ് എടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ചിന്താഗതികൾ മാറുന്നു. ഇന്നിപ്പം നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ രീതിയിൽ കുറേ വീട് വയ്ക്കണം, അല്ലെങ്കിൽ കുറച്ച് പൈസ ബാലൻസ് ഉണ്ടാവണം, അങ്ങനത്തെ കാഴ്ചപ്പാടൊന്നും ഇപ്പോൾ ഇല്ല. ഈവൻ അവരുടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേണിൽ പോലും ചേഞ്ചസ് ആണ് വരുന്നത്. നമുക്ക് പോലും ചിലപ്പോൾ ചില ഇമോജികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാര്യം അങ്ങനെ ഒരു ഗ്യാപ്പാണ് 2 ജനറേഷനിലും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കൂടുതലും ഷോർട്ടായിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്നു, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു തീരെ പടമൊക്കെ ആയിരിക്കാം ഇമോജി ആയിട്ട് വരുന്നത്. നമ്മളെപ്പോലുള്ള ഇപ്പോൾ എൻ്റെ ജനറേഷനുള്ളത് കുറച്ചേരം ഒന്ന് ചിന്തിക്കണം. ഈ തീ എന്തിനായിരിക്കും അർത്ഥമാക്കിയിരിക്കുന്നത്? പോസിറ്റീവായിട്ട് എടുക്കണോ നെഗറ്റീവായിട്ട് എടുക്കണോ? കാര്യം അത്രമാത്രമാണ് ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ പാറ്റേണിൽ ചേഞ്ച്, അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ അവർ തമ്മിൽ തന്നെ ഷോർട്ടായിട്ടാണ്. സസ്പീഷ്യസ് എന്നൊക്കെ പറഞ്ഞാൽ എസ് മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ ഈ ഗോസിപ്പ്, ഗോട്ട്, അങ്ങനെ പല അവർ ഇപ്പം ചുമ്മാ സ്വന്തമായിട്ട് നിന്ന് നമുക്കൊരു കോഡ് ഉണ്ടാക്കാൻ പറ്റും. അവർ കമ്മ്യൂണിക്കേഷൻ ആ സ്റ്റൈലിലാണ് പോകുന്നത്. പക്ഷെ അതും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജെൻ സൂമേഴ്സ് അല്ലെങ്കിൽ ജെൻസി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ അടുത്ത് ചില പാരൻസ് ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് ആക്കിയിട്ടായിരിക്കാം പുറത്തൊക്കെ പോകുന്നത്. എന്ന് വെച്ചാൽ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇവിടുത്തെ ഗ്രാൻഡ് പാരൻസ് എന്ന് പറഞ്ഞാൽ അവർ വളരെ പഴയ ആൾക്കാരാണ്. അപ്പം ഇവർ പറയുന്ന അല്ലെങ്കിൽ ഇവർ ചാറ്റ് ചെയ്യപ്പോൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പോലും പ്രായം ചെല്ലുന്ന ആൾക്കാർക്ക് ഡിസ്റ്റർബ്ഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. നിസ്സാരമായ വാക്കുകളൊക്കെ എടുത്തു വച്ചിട്ടായിരിക്കാം നമ്മളുടെ അടുത്ത് കൗൺസിലിങ്ങിന് കുട്ടികളെ കൊണ്ടുവരുന്നത്. അവൻ വരച്ച കാർട്ടൂൺ ഭീകരമായിട്ടുള്ള രൂപം തോന്നുന്നു. ഇങ്ങനെയൊക്കെയാണോ കുട്ടികൾ കാർട്ടൂൺ വരയ്ക്കേണ്ടത്? ഇങ്ങനെയാണോ പടം? കുട്ടികൾ ചെയ്യുന്ന എന്താണ്? പല പുതിയ കാർട്ടൂണിൽ നേരെ നോക്കിയിട്ട് അതുപോലെ വരയ്ക്കുകയാണ്. പക്ഷേ പാരൻസിനത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാവേണ്ടത് നല്ലൊരു പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികളുടെ തലത്തിലേക്ക് നമ്മളും എത്തണം. ഇപ്പം തന്നെ നമുക്കറിയാം, ഇപ്പം ഞാൻ കാണുന്ന മിക്ക പ്രശ്നങ്ങളിലും ഒന്ന് കുട്ടികൾ തന്നെ ആവശ്യപ്പെടും സ്റ്റേ ഓവർ നൈറ്റ്, അങ്ങനെ എന്തോ സംഭവമുണ്ട്. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കുട്ടികളെല്ലാം കൂടെ താമസിക്കും. ചില വീട്ടിലെ കുട്ടികൾ കുട്ടിക്ക് പോകണമെന്നുണ്ട്, പാരൻസ് അലോ ചെയ്യില്ല കുട്ടികളെ. പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇപ്പോഴത്തെ നമ്മളെ ജനറേഷനിൽ കാണുന്ന ഒരു കാര്യമാണ്. ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, അവിടെ കുട്ടികൾ വെസ്റ്റേൺ ഡ്രസ്സ് എടുക്കാനായിട്ട് വീട്ടുകാർ സമ്മതിക്കില്ല. അപ്പോൾ അവർ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ്. അപ്പോൾ അവിടെ എല്ലാം കുട്ടിക്ക് അറിയാം, എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് അവരെത്തുന്നത്. പക്ഷെ നമ്മൾ മാറിയിട്ടില്ല, പ്രശ്നങ്ങളുണ്ടാവുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് എന്ത് കോഴ്സ് പഠിക്കണം, എന്തുവരെ പഠിക്കാം. ചില കേസൊക്കെ നമ്മൾ ഈ ജെൻസിയുടെ കാര്യം പറഞ്ഞപ്പം മനസ്സിലാക്കണം, ചിലതൊക്കെ ഒട്ടും ഒരു ഗോൾ ഇല്ലാത്ത രീതിയിലാണ് കുട്ടികൾ സംസാരിക്കാറുള്ളത്. ഇപ്പോൾ കൊറിയൻ പോപ്പ് ഒക്കെ സംഗീതത്തിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് പഠിക്കുകയൊന്നും വേണ്ട, എനിക്ക് പോപ്പ് മ്യൂസിക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ഫിൻലാൻഡിൽ പോയി ജീവിക്കും, അല്ലെങ്കിൽ ഞാൻ സ്വിഗ്ഗി പോയിട്ട് ഞാൻ ജീവിച്ചോളാം. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്കൊരു പർപ്പസ് ഉണ്ട്, ഗോൾ ഉണ്ടെന്നോ ഒന്നും ഇല്ല. പിന്നെ ജെൻസിയിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത, കുറ്റമല്ല പറയുന്നത്, ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് ആർക്കും ഹോബിയില്ല.
ഇപ്പം നമുക്ക് പണ്ട് ഗാർഡനിങ് അല്ലെങ്കിൽ എംബ്രോയ്ഡറി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പോൾ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമൊന്നും കാണില്ല, അല്ലെങ്കിൽ അവരൊരു ബിസിനസ്സിൻ്റെ രീതിയായിട്ടേ അതിനെ എടുക്കുന്നുള്ളൂ. കുട്ടിക്കാലത്തെ തന്നെ നമ്മളിരുന്ന് പെയിൻറ്റ് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക, ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിലൊരു പപ്പിയെ കുളിപ്പിക്കുക. പപ്പിയൊക്കെ എല്ലാവരും മേടിക്കും, പക്ഷേ കുളിപ്പിക്കേണ്ടതും എല്ലാം ചെയ്യേണ്ടത് അച്ഛൻ്റെ അമ്മയുടെയും അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന ആളുകളുടെ രീതിയിലേക്കൊക്കെ പോകുന്നു. അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് എല്ലാം അറിയാം എന്നൊരു ചിന്താഗതി ഉണ്ട്. ശരിയാണ്, ടെക്നോളജി ഇതുകൊണ്ട് ഫിംഗർ ടിപ്പിൽ തന്നെ അവർക്ക് അറിയാം പല അസുഖങ്ങളെക്കുറിച്ച്. അവർ സ്വന്തമായിട്ട് നെറ്റിൽ നോക്കി ബ്രൗസ് ചെയ്തിട്ട് എന്തുകൊണ്ട് തലവേദന വന്നു, പക്ഷെ അതുകൊണ്ട് അപകടങ്ങളും ഉണ്ട്. ഞാൻ കണ്ട ഒരു കേസിൽ ഒരു അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് ഉറക്കമില്ല, പല പല ഡോക്ടേഴ്സിനെ കാണുന്നു, ഡോക്ടേഴ്സ് മെഡിസിൻ എഴുതി കൊടുക്കുന്നു, പക്ഷേ മെഡിസിൻ കഴിക്കില്ല. എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇത്രയും 7-8 ഡോക്ടേഴ്സിനെ കണ്ടേക്കുന്നു, എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയുള്ള ഗുളികൾ എഴുതിയിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നില്ല? അപ്പോൾ കൂടെ വന്നത് ജെൻസി ആയിട്ടുള്ള ഒരു മോളാണ്. ആ മോള് പറഞ്ഞത്, അല്ല, അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ പേഴ്സണലായിട്ട് കൗൺസിലിംഗ് സെഷനിൽ ചോദിച്ചപ്പം പറഞ്ഞത് മകൾ സമ്മതിക്കില്ല മെഡിസിൻ കഴിക്കാൻ. കാര്യം ഓരോ ഡോക്ടേഴ്സ് എഴുതുന്ന ടാബ്ലറ്റും അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പം ഏത് മെഡിസിനും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, സൈഡ് എഫക്റ്റിനെ കുറിച്ചൊക്കെ അവർ പറയും. അതൊരു റൂളാണ് അങ്ങനെ വേണമെന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ട് ഈ അമ്മയ്ക്ക് മെഡിസിൻ കൊടുക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ പറയാണ്, എൻ്റെ മകളാണ് എനിക്ക് മെഡിസിൻ തരാത്തതെന്ന്. അവിടെ അവർ മെഡിസിൻ വേണമെന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നമാവും. അപ്പം ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് കൊണ്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജെൻസിയുടെ മറ്റൊരു പ്രത്യേകത, അവർക്ക് ലൈഫിൽ പാർട്ണറെ ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യും. നമ്മളിപ്പോൾ കാണുന്നത് മിക്ക ആൾക്കാർക്കും കല്യാണം വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നു. ജോലി വേണം, പക്ഷേ കല്യാണം വേണ്ട, അല്ലെങ്കിൽ കല്യാണം കഴിക്കാം, കുട്ടി വേണ്ട. പക്ഷേ ഈ ജെൻസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവരൊരാൾ പാർട്ണറെ സെലക്ട് ചെയ്യപ്പം തന്നെ അവരുമായിട്ട് ഒരുപാട് സമയം ഇരുന്ന് സംസാരിക്കും കല്യാണത്തിന് മുമ്പ്. അവരെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ കുറിച്ച്, കുട്ടി വേണോ, എവിടെ താമസിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ വെല്ലായിട്ട് ഇവർ സ്റ്റഡി ചെയ്തിട്ട് ഒരു മാരേജിൻ്റെ ഒരു ഇതിലേക്കൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു, അത് നല്ലതുമാണ്. കാര്യം നമുക്ക് ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണല്ലോ പ്രശ്നങ്ങളുണ്ടാവുന്നത്. അപ്പോൾ ആദ്യമേ ആ കാഴ്ചപ്പാടിലേക്ക് പോവുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ. ഇപ്പം പണ്ടത്തെ രീതിയിലാണെങ്കിൽ ഒരു 80s to നമ്മൾ പറയുമല്ലോ 95 ഇടയ്ക്കുള്ള നമ്മൾ പറയുന്ന മറ്റൊരു ടേം ഉണ്ടല്ലോ, മില്ലേനിയൻ, അങ്ങനെ എന്തോ ടേമാണ്. അവിടെയുള്ള ആൾക്കാർ സെക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോറലായിട്ട് കാണുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ടോട്ടലി മാറി ഇപ്പം. കൂടുതലും കുട്ടികൾ സെക്സ് ഒരു ബയോളജിക്കൽ നീഡാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ഒരു സെക്സ് ഉണ്ടായാൽ പോലും അതൊരു ഇഷ്യൂ ആണെന്നൊന്നും കുട്ടികൾ ചിന്തിച്ച് അയ്യോ അതൊരു പ്രശ്നമാണല്ലോ എന്ന് ചിന്തിക്കുന്നവരെല്ലാം മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കാഴ്ചപ്പാടിൽ തന്നെ ഒരു ടോട്ടലി ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. പിന്നെ പൊതുവിൽ അവർക്ക് അവരുടേതായ ഒരു കാര്യത്തിലേക്ക് മാത്രം വരുന്നു. കാര്യം ഇപ്പോൾ പല പാരൻസും വളരെ വിഷമത്തോടെ എന്നോട് പറയാറുണ്ട്, മക്കൾ വിദേശത്തായിരിക്കാം, വീട്ടിൽ വിളിക്കാറില്ല, വിളിച്ചാൽ തന്നെ അവർ ഫോൺ എടുക്കില്ല. സ്വാഭാവികമായിട്ടും അത് പാരൻസിന് ആ ജനറേഷനിൽ അല്ലെങ്കിൽ അവരുടെ ബിസി ലൈഫിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ ഒരു ജെൻസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണമൊന്നും അവർക്ക് വേണ്ട. എല്ലാവർക്കും സ്വിഗ്ഗി എന്നുള്ള അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭക്ഷണം വാങ്ങുക, കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനും വീട്ടിൽ പ്രശ്നങ്ങളാണ്. കാര്യം അമ്മ പറയും ഞാൻ കിടന്നുണ്ടാക്കി വയ്ക്കുന്നില്ലേ, കഴിക്കാത്ത എന്താണെന്ന് ചോദിക്കും, മകൻ പറയും വേണ്ട തന്നെയാണ്. അപ്പോൾ ആ കാഴ്ചപ്പാടിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. കാര്യം മാറി വരുന്ന സമൂഹത്തിനെ നമ്മൾ ഉൾക്കൊള്ളാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും നമുക്കത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ജെൻസിയുടെ മറ്റൊരു പ്രത്യേകത, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ അഡ്ജസ്റ്റ് അല്ല ജീവിതം, അക്സെപ്റ്റൻസ് ആണ് അവിടെ വേണ്ടത്. പലപ്പോഴും പലതും അക്സെപ്റ്റൻസിലേക്ക് എത്തുന്നില്ല. അപ്പം പ്രശ്നം വരുന്നത് അവരുടെ മോറൽ വാല്യൂസിനെ കുറിച്ചൊക്കെ എവിടേക്കോ അവർ അറിയാതെ പോകുന്നതുകൊണ്ടാണോ എന്തോ കൂടുതലും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ മറ്റു രീതിയിലുള്ള ലഹരി ഡ്രഗ് അഡിക്ട്സ് ആയിട്ടൊക്കെ മാറുന്നതായിട്ടും കാണുന്നുണ്ട്. കാര്യം ഡ്രഗ്സ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്.
എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കും മാറുന്നുണ്ട്, പ്രത്യേകിച്ച് വീക്കെൻഡിലുള്ള. അപ്പോൾ ഇവിടെ എല്ലാം പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു ഫേസ് കഴിഞ്ഞിട്ട് ഇവരുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഇല്ലാതാവുന്ന ഒരവസ്ഥ, മാനസികമായിട്ടുള്ള ഇഷ്യൂസ്, ഇതെല്ലാം കുറച്ച് വർഷം കഴിയപ്പോൾ അതെങ്ങനെ അഡ്രസ്സ് ചെയ്യും? മെന്റൽ ഹെൽത്ത് സ്റ്റെബിലിറ്റിയെ പലപ്പോഴും ബാധിക്കുന്നു. അപ്പൊ ഈ ജെൻസിയില് ഈ ഒരു കാര്യം മാത്രമല്ല, അവരുടെ ലാംഗ്വേജ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറിയാൻ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ബിഹേവിയറൽ ചേഞ്ചസ് എന്തൊക്കെയാണ് മേജർ ബിഹേവിയറൽ ചേഞ്ചസ് മാം അവരിൽ നോട്ടീസ് ചെയ്തിട്ടുള്ളത്? അതെ, ഞാനിപ്പം കുറച്ചു മുമ്പേ പറഞ്ഞ ബിഹേവിയറൽ ചേഞ്ചസ് കോമൺ ആയിട്ട് കാണുന്നതാണ്. കാര്യം അവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് കൺസേൺ ചെയ്യില്ല. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. അവർക്ക് സ്വന്തമായിട്ടോ അവർ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ, പിന്നെ വേറൊരു കാര്യം, കുറച്ചും കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അവർക്ക് ഇപ്പോൾ ജിമ്മിൽ പോകാത്ത ആൾക്കാരില്ല. അവർ ഫുഡ് എങ്ങനെ കഴിക്കണമെന്നുള്ള അവർക്കറിയാം. പക്ഷേ എന്നാലും നമ്മളെ ഈ ജെൻസിയുടെ ഇടയിൽ ഹാർട്ട് അറ്റാക്ക് കോമൺ ആയിട്ട് വരുന്നു, സൂയിസൈഡ് റേറ്റ് കൂടുന്നു. അപ്പോൾ എവിടെയോ എന്തോ ചെറിയ ഒരു ജെൻസിയുടെ കാര്യങ്ങളിൽ എന്തൊക്കെയോ ചെറിയ പിശക് എവിടെയൊക്കെയോ കാണുന്നുമുണ്ട്. നേരത്തെ പറഞ്ഞ അക്സെപ്റ്റൻസിനും എന്നാൽ അഡ്ജസ്റ്റ്മെന്റിനും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് ഇങ്ങനെ പല മരണങ്ങളുമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ എവിടെയൊക്കെയോ മാറ്റങ്ങൾ വേണം. നേരത്തെ മാം പറയുകയുണ്ടായി, പലപ്പോഴും പലർക്കും കല്യാണം കഴിക്കണ്ട, അത് മില്ലേനിയലിനും അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ അതേ സമയത്ത് നമ്മൾ കാണുന്ന ഒരു രീതിയാണ് +2 പഠിക്കുമ്പം അല്ലെങ്കിൽ ജസ്റ്റ് സ്കൂൾ പാസ് ഔട്ട് ആകുമ്പോഴത്തേക്കൊക്കെയുള്ള കല്യാണങ്ങൾ. കലിപ്പൻ്റെ കാന്താരി, നമുക്ക് ഇൻഡിപെൻഡൻസ് വേണം, എന്നാൽ ചേട്ടൻ പറയുന്നതേ ഞാൻ കേൾക്കൂ എന്നുള്ളൊരു രീതി. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും? നമ്മൾ പറയുമല്ലോ, ഓരോ പേഴ്സണാലിറ്റീസ് ഓരോന്നാണ് അല്ലേ. നമ്മൾ ഇപ്പോഴത്തെ ഒരു ബേസിക് പ്രോബ്ലം എന്ന് ഞാൻ കാണുന്നത്, നമ്മുടെ കുട്ടികൾ കൂടുതലും റീഡിങ്ങിലേക്ക് പോകുന്നില്ല. പ്രത്യേകിച്ച് നമ്മളെ കറണ്ട് ന്യൂസുകൾ, നമ്മൾ ചുറ്റും നടക്കുന്നത് എന്താണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള വാർത്തകൾ അറിഞ്ഞാലേ പറ്റുള്ളൂ. ഇപ്പോൾ പല സൂയിസൈഡൽ ഇഷ്യൂസും ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ നമ്മുടെ കുട്ടികളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ചോദിക്കുന്ന കാര്യമാണ്, ഇന്നലെ എന്ത് സംഭവിച്ചു, പ്രധാനമായിട്ട് എന്തൊക്കെയോ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു, എന്താണ് എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് ഉത്തരമില്ല. കാര്യം അവർക്ക് തിരിച്ചറിവുണ്ടാവുന്നില്ല. ആ തിരിച്ചറിവില്ലാതിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജെൻസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള പ്രണയവിവാഹത്തിലേക്കൊക്കെ പോകുന്നത്. തിരിച്ചറിവില്ലാതെ, വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാതെ പോകുന്നതിൻ്റെ കാരണം അതാണ്. കാര്യം പ്രണയമാണ് അവിടെ മുന്നിട്ടിരിക്കുന്നത്. പ്രണയമല്ലാതെ നമുക്കറിയാം, പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് നമ്മൾ ആ പ്രണയിക്കുന്നപ്പോൾ ഒരു പാർട്ണർ ഉണ്ടാവുമല്ലോ, ആ പാർട്ണറിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങൾ മാത്രമല്ലേ അറിയൂ. അപ്പോൾ നമുക്ക് ഇമോഷണലി നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയി പോകുന്നു. ആ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് വരുന്ന സമയത്താണ് പ്രണയത്തിന് കണ്ണും മൂക്കും കാതും ഒന്നും ഇല്ലാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവും നമ്മുടെ ഇതിൽ കുട്ടികൾക്ക് വേണം. പക്ഷെ നമ്മൾ കൂടുതൽ കുട്ടികളുടെ അടുത്ത് സംസാരിച്ചാലും അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്സൊക്കെ ഉണ്ട്. കല്യാണമേ വേണ്ടെന്നാണ് പറയുന്നത്. കാര്യം ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതായി പോയാൽ പോലും, പണ്ടൊക്കെ ലവ് ഫെയിലർ എന്ന് പറഞ്ഞാൽ തകർന്ന് നെഞ്ചിലിടിച്ച് കരഞ്ഞ് വലിയ കവിതയൊക്കെ എഴുതുന്ന കാലഘട്ടമായിരുന്നു. പക്ഷേ ജെൻസി അങ്ങനെയല്ല. അവർക്ക് അറിയാം റിലേഷൻഷിപ്പ് പെയിൻ ആണെങ്കിൽ അത് റിലേഷൻഷിപ്പ് ഇതിൽ നിന്ന് മാറണം എന്നൊക്കെ ചിന്തിക്കുന്നുമുണ്ട് ഒരു സമൂഹം. പക്ഷെ ചിലവർ ആ ഡിപ്പെൻഡൻസി അങ്ങ് ക്രിയേറ്റ് ചെയ്ത് കഴിയപ്പോഴാണ് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റാതെ ആയി പോകുന്നത്. അതിൻ്റെ തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾക്ക് ഉറപ്പായിട്ടും വേണം. അത് ആൺകുട്ടിക്കായാലും ശരി പെൺകുട്ടിക്കായാലും ശരി, എന്ത് ജനറേഷൻ എന്ന് പറഞ്ഞാലും അവിടെ നമുക്ക് തിരിച്ചറിവുകൾക്ക് നമുക്ക് വേണം. നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നെങ്കിൽ അത് റെഡ് സിഗ്നൽ ആയിട്ട് തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ എടുക്കേണ്ടതുമാണ്. ആ ഒരു തിരിച്ചറിവ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ജെൻസി, മില്ലേനിയം, ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കാം ആ ഒരു ഡിഫറൻസ് മാമിന് കൗൺസിലിങ്ങിലാണെങ്കിലും കാണാൻ പറ്റാറുള്ളത്? ഭയങ്കര ഡിഫറൻസാണ്. കാര്യം രണ്ട് രീതിയിലാണ്. ഒന്ന്, വീട്ടിലെ പ്രശ്നങ്ങൾ വരപ്പം ജെൻസിക്കാർ തന്നെ നമ്മളെ വിളിച്ചിട്ട് അച്ഛനും അമ്മയ്ക്കും പാരൻസിന് കൗൺസിലിംഗ് വേണമെന്ന് വിളിച്ച് പറയും.
അവരെ എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കും. എന്നിട്ട് ഇവർ എന്നെ നിർബന്ധം കാണിക്കും, എനിക്ക് കൗൺസിലിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കൊണ്ടുവന്നിട്ട് പറയും എനിക്കല്ല, അച്ഛനും അമ്മയും വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് കൗൺസിലിംഗ് വേണമെന്നുള്ളത്. പിന്നെയുള്ള കാര്യമെന്ന് പറഞ്ഞാൽ വീട്ടുകാർ തന്നെ കൗൺസിലിങ്ങിന് ജൻസിക്കാരെ കൊണ്ടുവരും. പക്ഷേ കുട്ടികൾക്ക് അവരുടെ പ്രശ്നത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവില്ല. നമ്മൾ കേസെടുത്ത് അസസ്മെൻ്റൊക്കെ ചെയ്യപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, ഇവർ രണ്ടുപേരും രണ്ട് രീതി ചിന്തിക്കുന്ന ആൾക്കാരാണ്. ജൻസിക്കാർ വേറെയാണ്, മറ്റുള്ളവർ വേറെയാണ്. ജൻസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം രാത്രി ഉറങ്ങൂല എന്നുള്ളതാണ്. അവർ രാത്രി ഉറങ്ങാതെ ഇരുന്ന് അവർ കൂടുതൽ സമയം സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് മുന്നോട്ട് പോകും. പക്ഷേ പാരൻസിന് സ്ട്രെസ്സാണ്, തൻ്റെ കുട്ടി ഉറങ്ങുന്നില്ല, രാവിലെ സ്കൂളിൽ പോയിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുക. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ആക്സിഡൻറ്റ്സ് കൂടുതലുണ്ടാവുന്നുണ്ട്, രാത്രി ഉറങ്ങാതെ രാവിലെ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പൊതുവിൽ നമ്മൾ കാണുന്നത്. ഉറക്കത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടായി. പ്രത്യേകിച്ച് നമ്മൾ കോവിഡ് കഴിഞ്ഞപ്പം കള്ളന്മാർക്കൊക്കെ ഇപ്പം ഭയങ്കര വിഷമമാണെന്നാണ് ഞാൻ മനസ്സിലാക്കണം. കാര്യം ഏത് വീട്ടിലും ഒരു മുറിയിൽ ഒരു ലൈറ്റ് ഉണ്ടാവും രാത്രിയാകുമ്പോൾ. അപ്പോൾ ആ ജൻസിയിൽ അതൊരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവർ പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജോലിയൊക്കെ നേടി എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോളാം, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഭാവിയെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അങ്ങനെ ഒരു അഷുറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷേ തെറ്റായ രീതിയിലുള്ള നമ്മൾ കോഴ്സ് എടുക്കുന്നത്, മീൻസ് പഠിക്കാൻ തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ പഠിത്തമൊന്നും വേണ്ട, ഞാൻ സ്വിഗ്ഗിയിൽ പോയി ജീവിച്ചോളാം എന്നൊക്കെ പറയുന്നതും നല്ല കാര്യങ്ങൾ അല്ല. കാര്യം നമുക്ക് സ്വന്തമായിട്ട് നിലനിൽപ്പ് നമുക്കറിയില്ല എത്ര നാൾ നമ്മൾ ഈ കൾച്ചറിലുണ്ടാവും എന്നുള്ള. പെട്ടെന്നാണല്ലോ നമുക്കിങ്ങനെ ഒരു കൾച്ചർ വന്നത്. നാളെ നമ്മൾ കമ്മ്യൂണിറ്റി എന്താ നമ്മൾ പറയുമല്ലോ അടുക്കള കിച്ചൺ ആണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അന്ന് ചിലപ്പോൾ സ്വിഗ്ഗി വേണ്ടി വരില്ല. അപ്പം കാലങ്ങൾ മാറും, അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വേണം. ജെൻസി ആയാലും ശരി, അതല്ല മില്ലീനിയൻസ് ആയാലും ശരി, അതല്ല അതിൻ്റെ താഴെയുള്ള ആൾക്കാരായാലും ശരി, മാറ്റങ്ങളുണ്ടായാലേ നമുക്ക് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടുള്ളൂ. മാം പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും അക്സെപ്റ്റൻസിന് എവിടെയൊക്കെയോ കുറവുകൾ വരുമ്പോഴാണ് അത് അഡ്ജസ്റ്റ്മെൻ്റായി മാറുകയും അതൊരു പ്രശ്നത്തിലേക്കും പോകുന്നത്. അക്സെപ്റ്റൻസും അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ട രീതിയിൽ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിംഗ് നമ്മളിവിടെ വൈൻഡ് ചെയ്യുന്നു. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ.